പ്രിയപ്പെട്ടവരെ, വിസ്മയ നമ്മളുടെ ഓർമ്മയിലൊരു വേദനയായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോൾ വിസ്മയയ്ക്ക് പുറമെ വിഷ്ണുജി. മലപ്പുറം എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിലായിരിക്കുന്നു. മഞ്ചേരി പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജിയെ ഭർത്താവ് പ്രഭിൻ ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജിയുടെ കുടുംബം പറഞ്ഞു. വാസുദേവൻ വിഷ്ണുജിയുടെ അച്ഛനാണ്, നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ വാസുദേവൻ, നമസ്കാരം. വിഷ്ണുജിയുടെ മരണവാർത്ത വളരെ വേദനിപ്പിക്കുന്നതാണ്. ഞങ്ങളും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രീ വാസുദേവൻ? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതായത് നിരന്തരം അത് മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു, എൻ്റെ ജോലി കണ്ടിട്ട് നീ എൻ്റെ ഒപ്പം പോരണ്ട, നീ സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിച്ചോന്ന് പറയണ്ടല്ലോ. അതിനുള്ള കല്യാണം നടന്നത് 2023 മറ്റേ മെയ് മാസം. അതായത് 1 വർഷം കഴിഞ്ഞു, 1.5 വർഷമാവുന്നു അല്ലേ? ഏകദേശം 1 വർഷം 2 വർഷം ആവാനായി, 1.5 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പ്രഭിൻ എന്താ ജോലി? അപ്പോൾ പ്രവീൺ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഓ, പെർമനന്റ് ആണ്, ഗവൺമെന്റ് ജോലിയാണ്. നിരന്തരം അതെ PSC തന്നെയാണ് ആണ്. അപ്പോൾ ഈ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തും കല്യാണം ആലോചിക്കുന്ന സമയത്തും സ്ത്രീധനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അന്ന് കുടുംബം സംസാരിച്ചിരുന്നു അവര്? ഇല്ല അങ്ങനെ സംസാരിച്ചില്ല. പക്ഷേ ഇത് അതായത് സ്വർണം കുറവാണെന്ന് പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. അതായത് എന്നോട് ഒരു കാര്യം പറയും, പിന്നെ അവളെ കൂട്ടുകാരികളുണ്ട്, അവരോട് മാത്രമേ പറയൂ. കല്യാണം കഴിഞ്ഞിപ്പോ 2 വർഷമാവുന്നു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും വിഷ്ണുജ അമ്മയോടോ അച്ഛനോടോ ഇങ്ങനെ ഈ പരാതികളോ വിഷമങ്ങളോ പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല. ചെറിയ ന്യൂസുകൾ, അതായത് ഞങ്ങൾക്കിവിടെ അല്ലാതെ കിട്ടണതാണ്. അതായത് ഈ നമ്മളുണ്ടല്ലോ നേരിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഒളിഞ്ഞ് നോക്കുന്ന അങ്ങനെയൊക്കെ ചെറിയ ഇത് കിട്ടണം. അല്ലാതെ ഇവിടെ ഒന്നും പറയില്ല. അതായത് ഒരു ദിവസം ഞാൻ ചോദിച്ചു അവളോട്, അച്ഛനിൽ ഇടപെടണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല അച്ഛനിൽ ഇടപെടണ്ട, 3ാമതൊരാൾ ഇടപെട്ട എൻ്റെ പ്രശ്നം ഇതിലേറെ ഇതാവും, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ശരിയാക്കും, ഞാൻ തന്നെ എൻ്റെ ഏട്ടനെ പറഞ്ഞത് ശരിയാക്കും എന്നുള്ള ഒരു വളരെ ഓൾഡായ ഒരു കുട്ടിയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കണ അത്രയ്ക്ക് ഒരു ഇതായ കുട്ടിയായിരുന്നു അവൾ. പ്രശ്നം ഈ കുട്ടി നല്ല മിടുക്കിയായ കുട്ടിയാണ്, ഈ കുട്ടിയുടെ സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? സൗന്ദര്യം കുറഞ്ഞു പോയി, പിന്നെ ഇതില്ല, ജോലിയില്ല, അതിന് പിന്നെ ഇതില്ല, ആരോഗ്യമില്ല. അതൊക്കെയാണ്. ബൈക്കിൽ കൂടി കൊണ്ടു നടക്കില്ല. അതായത് ഇവള് പോണതൊക്കെ കോഴിക്കോടാണ് പഠിച്ചിരുന്നത്. അത് വീട്ടിലേക്ക് അഥവാ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ തന്നെ ഞാൻ അവളെ ബസ് കയറ്റി വീട്ടിലാണ്, ബൈക്കിൽ കൊണ്ടു നടക്കില്ല. നിങ്ങളുടെ വീട്ടിൽ ഈ പ്രഭിൻ വന്ന് താമസിച്ചിട്ടില്ലേ വിഷ്ണുജിക്കൊപ്പം? അതായത് ഇല്ല ഞങ്ങൾ പറയലുണ്ട്. ഞങ്ങൾ ഓണത്തിനോ വിഷുവിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് 5 മിനിറ്റ് വന്ന് പോകാനല്ലാതെ അവൻ പറഞ്ഞിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോൾ തൊട്ടടുത്ത അയൽക്കാർക്ക് കൂടി ഓനെ കണ്ടതായിട്ട് അന്ന് സൽക്കാരത്തിനോ എന്തിനോ ഒരു പ്രാവശ്യം പിന്നീട് കണ്ടിട്ടുമില്ല. ഈ പ്രഭിൻ മോളെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിരുന്നതായി എന്തെങ്കിലും വിവരമുണ്ടോ വിഷ്ണുജയെ? ഉപദ്രവിച്ചാണ് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതായത് ഓളെ ബർത്ത്ഡേക്കോ അന്നോ അതിൻ്റെ പിറ്റേന്നോ ഓളെ കൂട്ടുകാരി ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ മർദ്ദിച്ച പാട് കണ്ടു. ഇതൊന്നും വിഷ്ണുജ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എൻ്റെ ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. അതൊന്നും അച്ഛനോട് ഈവൻ പൂര തെറി വിളിച്ച് ഇവിടെ ചീത്ത പറയണേ അതൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ട് അതൊന്നും അച്ഛനെ ഇതൊന്നും അറിയിക്കരുത്. മനസ്സിലായി.
എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീ വാസുദേവൻ. ഈ പ്രഭിൻ്റെ മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയാമായിരുന്നില്ലേ? മാതാപിതാക്കൾക്ക് അറിയണ്ടാവും. അമ്മയൊക്കെ ഇവന് സപ്പോർട്ടായിട്ടാണ് നിൽക്കണേ. ഇവന് ഒരു പെങ്ങളും ഒരു അളിയനും ഒക്കെ ഉണ്ട്. ഒക്കെ ഇവന് സപ്പോർട്ടായിട്ടാണ്. കല്യാണത്തിന് എത്ര സ്വർണം ഇട്ടാണ് അയച്ചത്? ഒന്നല്ല, സ്വർണ്ണം 10 പവൻ കൊടുത്തു. അത് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഇടയ്ക്ക് പറയുമായിരുന്നു. അറിയാൻ കഴിയുന്ന അതൊന്നുമില്ല. അതൊന്നും ഇപ്പം അതൊന്നും ഇല്ല സാധനം. അതൊക്കെ അവ നശിപ്പിച്ചിരുന്നു. ഓ, ആ സ്വർണവും ഇയാൾ എടുത്തിരുന്നു. അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നിരന്തരം അതെ, കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ വാസുദേവൻ? അതെ, ഒരുപാട് സഹിച്ചിട്ട് പരമാവധി മാക്സിമം ഇത് വീട്ടിൽ പറഞ്ഞാൽ എന്താ, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലയ്ക്കാണ്. എന്താ പറയുക, ഒരു ജോലി വാങ്ങിക്കിട്ടിയാൽ ഒക്കെ നന്നാവുന്നു. അതൊക്കെ അല്ല വീട്ടിൽ, അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പ്രശ്നങ്ങൾ എന്നൊക്കെ അതായത് ഞാൻ എത്രയോ വട്ടം പറഞ്ഞതാണ്, നമ്മള് വീട്ടിലേക്ക് പോര് എന്നാ, അതൊന്നുമില്ല അതൊക്കെ ശരിയായിക്കോളും. ഈ വിഷ്ണുജി എന്തുവരെ പഠിച്ചിട്ടുണ്ട് വാസുദേവൻ? അങ്ങനെ എങ്ങനെ മോൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഹലോ, മോള് ഡിഗ്രി കഴിഞ്ഞിട്ട് HDC പറഞ്ഞ കോഴ്സ്, ബാങ്കിന്റെ ഈ കോപ്പറേറ്റീവ് HDC പറഞ്ഞ കോഴ്സ് പാസ്സായത്. ഈ വിഷ്ണുജിക്ക് സഹോദരങ്ങളുണ്ടോ? ചേട്ടനോ അനിയനോ അനിയത്തിയോ ആരെങ്കിലും? വിഷ്ണുക്ക് 2 മറ്റേ ചേച്ചിമാരുണ്ട്. അവരോടും പറഞ്ഞിട്ടില്ലല്ലേ വിഷ്ണുജ? 3 പെൺമക്കളാണ് എനിക്കുള്ളത്. ഇല്ല അവരോടൊന്നും പറഞ്ഞില്ല. അവരോട് പറഞ്ഞപ്പോൾ എന്നോട് പറയില്ലേ. അമ്മയോടും ഒന്നും വിഷ്ണുജ പറഞ്ഞിരുന്നില്ല. ഈ വീട്ടിൽ വരുന്ന സമയത്തെല്ലാം സന്തോഷത്തോടെ ആയിരുന്നോ വിഷ്ണുജ വന്നിരുന്നത്? എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നിയിരുന്നോ? സന്തോഷത്തോടെ. അതാണ് അത്. ഇല്ല അത് അവളെ വീട്ടുകാരെ അറിയിക്കരുതെന്ന് വെച്ചിട്ടാവും അവൾ വളരെ സന്തോഷത്തോടെ. പക്ഷെ മെലിഞ്ഞ് വെട്ടി, ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് വെട്ടി, എന്നിട്ട് ഞാൻ മറ്റേ ഡോക്ടറടുത്തൊക്കെ പോയി മനസ്സിലായി. ഈ വാസുദേവൻ ഈ സുഹൃത്തുക്കളോട്, കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നു അല്ലേ വിഷ്ണുജ ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്ന വിവരം? അതെ കൂട്ടുകാരികളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വോയിസ് ക്ലിപ്പോ എന്തോ ഒക്കെ കാര്യങ്ങളുണ്ട് അവരടുത്ത്. അതായത് മറ്റേ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴേ. മനസ്സിലായി. ഈ സംഭവം എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ശ്രീ വാസുദേവൻ? കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയൊക്കെ അതായത് ഇവന് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഓ, അത് ശരി. അല്ല, ഈ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നല്ല രീതിയിലാണ് പോണെന്നുള്ളതാണ്. മരണവാർത്ത എപ്പോഴാണ് അറിയുന്നത് അങ്ങ്? എങ്ങനെ മകൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള വിവരം? മരണവാർത്ത ചെയ്തു എന്നുള്ളത് ഞാനൊരു 5 മണിക്കാണ് അറിയണേ, വൈകുന്നേരം. അതായത് ഞാൻ മോളെ വീട്ടിലായിരുന്നു, മൂത്ത മോളെ വീട്ടിൽ, അരീക്കോട് മൂത്ത മോളെ വീട്ടിലായിരുന്നു. അപ്പോഴേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നോ വിഷ്ണു ജയ് വീട്ടുകാര്? അപ്പോഴാണ് അറിയണേ. ഇല്ല ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. അതും ഒരു ഇതാണത്. ഇവര് എന്താ ചെയ്തതെന്നുള്ള അറിയില്ല. അപ്പൊ ഈ മരണത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ മാത്രം? അതോടുകൂടി നമ്മളെ ഈ മരണത്തിൽ സംശയമുണ്ടോ? ആത്മഹത്യയാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആത്മഹത്യ ഇപ്പം 100% അങ്ങനെ വിശ്വസിക്കാൻ ആയിട്ടില്ല. അന്വേഷണം നടക്കട്ടെ അല്ലേ? തോന്നുന്നില്ല. എന്തായാലും പ്രഭിൻ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? പ്രതി ഇതിൽ കുറ്റക്കാരനാണ്. അതായത് മാതൃകാപരമായിട്ട് പ്രതിനെ ഇനി സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു കുട്ടിക്കും മരണത്തിന് തൊട്ട് മുൻപ് എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചിരുന്നതായിട്ട് അറിയാമോ ശ്രീ വാസുദേവൻ? അതല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പുകളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല അങ്ങനെ എന്തുണ്ടോ പോലീസിന്റെ അന്വേഷണത്തിലാണ്. അത് എന്തോ അറിയില്ല, അങ്ങനെ വിളിച്ചിരുന്നു എന്നറിയില്ല.
ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നു. അതിന്റെ കാര്യം എന്തായാലും അത് വളരെ അറിയാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പൊ മനസ്സിലായി ശ്രീ വാസുദേവൻ. എന്തായാലും നീതി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളടക്കമുണ്ട് അതിന് പിന്നിൽ. തീർച്ചയായിട്ടും പ്രഭിൻ കുറ്റക്കാരനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തെളിവുകൾ പരമാവധി ശേഖരിക്കുക. നമുക്ക് കൊടുക്കാവുന്ന തെളിവുകൾ, ശേഖരിക്കാവുന്ന തെളിവുകൾ ഞങ്ങളും കൂടെ ഉണ്ടാവും. താങ്ക് യു ശ്രീ വാസുദേവൻ. അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങയുടെ ജോലി? അതെ, ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു ശ്രീ വാസുദേവൻ. 3 പെൺമക്കളാണ് എന്നാണ് പറഞ്ഞത് ശ്രീ വാസുദേവന്. താങ്ക് യു ശ്രീ വാസുദേവൻ. പറഞ്ഞതിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്തരം പെൺകുട്ടികൾ ഈ സങ്കടങ്ങൾ ഇങ്ങനെ അടക്കി വീട്ടുകാരോട് പോലും അറിയിക്കാതെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പരമാവധി അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഒരു ഘട്ടമാകുമ്പോൾ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ കൂടി പറയുന്നു, ആത്മഹത്യ ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുടെയും പരിഹാരമേ അല്ല. അത് ആത്മഹത്യയാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. തീർച്ചയായിട്ടും പ്രഭിനടക്കമുള്ളവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നതും ഈ കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആത്മഹത്യ പ്രേരണാകുറ്റമാണോ നിൽക്കുക? സ്ത്രീധന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടാകുമോ? ഗാർഹിക പീഡന നിയമം ചുമത്തുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിർഭാഗ്യകരമായ സംഭവമാണ്. വിസ്മയുടെ വാർത്ത നമ്മളെ ഞെട്ടിച്ചതാണ്. അന്ന് കാറിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ സൗന്ദര്യം പോരെന്നും സ്വർണം പോരെന്നും പറഞ്ഞാണ് പ്രഭിൻ ഈ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നാണ് അച്ഛൻ വാസുദേവൻ നമ്മളോട് പറയുന്നത്. പോലീസ് ഇതിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രഭിൻ ഉള്ളത്.